ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കെങ്ങനെ ഈസി ആയിട്ട് ലഡു ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പ്, ബേക്കിംഗ് സോഡ, പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിനി ഇതിനൊന്ന് കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുത്ത് ശേഷം നമുക്കിനി ഇതിനെ വറുത്ത് കോരേണ്ടിയിരിക്കുന്നുണ്ട്. അതിന് നമ്മളിതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ണുള്ള ഒരു തവി എടുക്കാം. ആ തവിയിൽ ഇതുപോലെ കോരി ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ബൗൾസായിട്ട് വരും. ഇനി നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്നും വറുത്ത് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് നമുക്ക് മാറ്റാം. അതുപോലെ ഇനി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുകയാണ് വേണ്ടി വരുന്നത്. ഇതിപ്പോൾ നമുക്കിതിനെ ഒന്ന് വറുത്ത് കോരാം. ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്ത് കോരുന്നത്, പെട്ടെന്ന് കരിഞ്ഞു പോയാലെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ഇതൊന്ന് മിക്സിയിലടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സിയിലടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പാൻ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു 6 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ആ വറുത്ത കടലമാവിനെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കടുത്ത ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം 1 സ്പൂണ് നമുക്ക് നെയ്യും പിന്നെ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതേപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബൈ.